മഞ്ജു ആരാന്ന് പറ അവരോട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാവ. എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചോണ്ട് പോയിട്ട് ആകെ അവൾ 5 ദിവസം 10 ദിവസം കണ്ടേ അവരുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു അച്ഛ. ഞാൻ പറയണ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കലിൽ എത്തിക്കാമെങ്കിൽ രക്ഷപ്പെടും. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അത് യൂട്യൂബിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതെന്ന്. 5 ലക്ഷം 6 ലക്ഷം ഡോക്ടർ പറഞ്ഞത് ക്യാൻസർ ആയെന്ന് പറഞ്ഞു. ഗംഗേനെ നിർത്തിയിട്ട് അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുന്നതിനുള്ള മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്താണെന്നറിയോ, നമ്മൾ യൂട്യൂബിൽ ആളുകളോട് ചോദിച്ച് നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഉണ്ടോന്ന്. അപ്പൊ അവര് നമുക്ക് യൂട്യൂബിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് നമ്മൾ ഇന്ന് ആ ക്വസ്റ്റ്യന് ആൻസർ ഇടുക. മഞ്ജുവിനെ പറ്റി അറിയാത്ത ഒരാളോട് എങ്ങനെയായിരിക്കും പറയുന്നത് മഞ്ജു ആരാണെന്ന്? അത് പറ അവരോട്. അതെന്താ പറയാനാ ഞാൻ അങ്ങനല്ല, അവര് ആദ്യമായിട്ട് മഞ്ജുവിനെ കാണുക. അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞില്ല, എന്റെ പേര് ഇത്, ഞാൻ ഇന്ന സ്ഥലത്തുള്ളത് എല്ലാം പറയണേ. ഓണാണേ, പറഞ്ഞോ. എന്റെ പേര് മനോജ് ഉമ്മച്ചൻ. അത് വെക്കണ്ട, അതിനകത്ത് പറഞ്ഞാ മതി. പറ, അതാ മുഖത്ത് വെച്ച് പറ, അവിടെ കൊണ്ടുവച്ച് കിട്ടത്തില്ല. എന്റെ പേര് മനോജ്, ഞാൻ എടനക്കാവില്ലാന്ന്. എന്താ പറയാനാ ഞാൻ? അങ്ങനെയല്ല, എന്റെ പേര് മനോജ് കുമാർ, ഞാൻ എന്റെ സ്ഥലം ഇന്നത്. എന്റെ പേര് മനോജ്. അത് വെച്ചിട്ട് പറ. ഇല്ല, പിടിച്ചോളും, കൈ വെച്ചിരുന്നാ മതി. എന്റെ പേര് മനോജ്, ഞാൻ ലോഡിങ് തൊഴിലാളിയാണ്. കാവനാട് ആത്രമോട് അല്ലെങ്കിൽ എടനക്കാവ്, അതും വെച്ചോ, കുറയ്ക്കണ്ട ഒട്ടും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആള് ചോദിച്ചേക്കുന്നത് ഇതാണ്: അച്ഛന്റെ വീട് എവിടെയാണ്? തറയില്. നല്ല സ്ഥലം പറ. സ്ഥലോ ആത്രമോട്, എടനക്കാവ്. ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട്? ബന്ധുക്കളാ? എനിക്കോ? ബന്ധുക്കളെ പറഞ്ഞാൽ എനിക്കൊരു അമ്മയുണ്ട്, ഒരു അനിയനുണ്ട്, ചേട്ടനുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാരും ഉണ്ട്. അച്ഛന് ജോലി ഉണ്ടോ? ജോലി ഉണ്ടെന്ന്. ലോഡ് വല്ലതും വന്നാൽ ഓർഡർ ആക്കും. ആര് വന്നാല് ലോഡിങ് ലോറിക്കകത്ത് വന്ന. അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു അച്ഛ. ആരെയാ പറയണ? ഞാൻ പറയണ. മഞ്ജു ലവ് യു പറയണ്ട. അയ്യോ, ഞാൻ പറയണ്ടേ? മഞ്ജുവിനെ ഇഷ്ടമാണെന്ന് അവര് പറഞ്ഞു. അപ്പൊ മഞ്ജു അവരോട് എന്താ പറയാനുള്ളത്? എന്താ, എല്ലാരും എനിക്ക് ഇഷ്ടമാ, ഇത്രേ ഉള്ളൂ. ഇനി അമ്മ. എന്താ പറ, എന്തുവാ? അമ്മയുടെ പേര്, അമ്മയുടെ സ്ഥലം, അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അമ്മ എന്ത് ജോലിയാ ചെയ്യുന്നത്? എന്റെ പേര് രാജലക്ഷ്മി, അല്ലാതെ എല്ലാരും വീട്ടിൽ വിളിക്കുന്ന പേര് ലക്ഷ്മി എന്നാണ്. എന്റെ അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി, അമ്മ ഉണ്ട്. സഹോദരങ്ങള് ഇനി ഒരു ചേച്ചിയും ഒരു അണ്ണനും എനിക്ക് ഉണ്ട്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്താള് ഗംഗ, ഇളയത് ഗീതു, ഏറ്റവും ഇളയതൊരു മോനാണ്, അവന്റെ പേര് ജയസൂര്യ. അപ്പൊ എന്റെ പേര് ഗംഗ രാജേന്ദ്രൻ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം വന്നിട്ട്. പക്ഷെ എന്റെ ഇൻസ്റ്റാ ഐഡിയും പിന്നെ എല്ലാവരും എന്നെ അറിയപ്പെടുന്നത് ഗംഗ മീനാക്ഷി എന്നാണ്. മീനാക്ഷി എന്ന് പറഞ്ഞ പേര് മഞ്ജു ഇട്ട പേരാണ്. സോ അതും കൂടെ ചേർത്തിട്ട് ഗംഗ മീനാക്ഷി എന്നാണ് ഞാനിപ്പം പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ MSW ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് ഡ്രോപ്പ് ചെയ്തു, കാരണം എനിക്ക് കുറച്ച് സ്റ്റാൻഡപ്പ് പ്രോഗ്രാം എല്ലായിട്ട് പോകേണ്ടതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് MSW ഡ്രോപ്പ് ചെയ്തു. എനിക്കൊരു അനിയത്തിയും ഒരു അനിയനുമാണ് ഉള്ളത്. അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഒരു കുഞ്ഞാവയുണ്ട്, ജനനി എന്നാണ് പേര്. ഞാൻ ജഗ്ഗു എന്ന് വിളിക്കും, അമ്മ ഭദ്ര എന്ന് വിളിക്കും. അവക്കിപ്പോ 3 മാസം ആയിട്ടുണ്ട്. പിന്നെ ബ്രദർ 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. പിന്നെ ബ്രദർ കലാപീഠത്തിൽ നിന്ന് പഞ്ചായത്തിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഇപ്പൊ അവൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് അമ്പലത്തിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ്. പിന്നെ എനിക്ക് 4 പട്ടിക്കുട്ടപ്പന്മാരുണ്ട്. വീഡിയോയിൽ എല്ലാരും കാണുന്ന 4 പേരാണ് പട്ടിക്കുട്ടപ്പന്മാർ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഉണ്ട്, ഞങ്ങളുടെ അളിയൻ. അളിയൻ ഇപ്പൊ ഇവിടെ ഇല്ല. അളിയൻ നമ്മുടെ കൂടെയാണ്. കാരണം അളിയന് കൊല്ലത്ത്, നമ്മുടെ വീട് കൊല്ലമാണ്. അപ്പൊ കൊല്ലത്ത് തന്നെയാണ് അളിയന് ഫുള്ള് ഷൂട്ട് വരുന്നത്. അളിയൻ സീരിയലിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം 15-20 ദിവസത്തോളം ഷൂട്ട് കാണും. അപ്പൊ നമ്മുടെ വീട്ടിലാണ് പെങ്ങളും അളിയനും എല്ലാം. പെങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അനിയത്തിയാണ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോ കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞ് പെങ്ങളെന്ന് വിളിച്ചത് അളിയന്റെ ഭാര്യനെ കണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ പെങ്ങളെ, ഭർത്താവിന്റെ അനിയത്തിന്, അങ്ങനെയല്ല. ഞാൻ എന്റെ സിസ്റ്ററാണ്, എന്റെ അനിയത്തിയാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ അളിയനും കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ബിഗ് ഫാമിലി എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് മഞ്ജുവിനോടുള്ളതാണ്. മഞ്ജുവിന്റെ ഡ്രീം എന്തുവാണ്? സ്വപ്നം. ഉറക്കത്തിൽ കാണുന്നതല്ല, ആഗ്രഹം.
ഇയാൾക്കൊരു ആഗ്രഹം എല്ലാവർക്കും കാണത്തില്ല, അതെനിക്ക് ഇയാളുടെ ആഗ്രഹം എന്തുവന്നു? ഏതായാലും ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ടൊരു വീട് വെക്കണം, അതിനകത്ത് കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതേ ഉള്ള ആഗ്രഹം, വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. വേറെ എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണോ? കാറാ അത് പറഞ്ഞ മേളിൽ പൊട്ടി വീഴൂ ഇല്ലല്ലോ. അങ്ങനെയല്ല ആഗ്രഹം. ഇത്ര ഇച്ചിരി പൈസ അക്കൗണ്ടിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലം കാണാൻ പോണം, ഇതിലെ സ്ഥലമൊക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? മഞ്ജുവിന് ടി വി വെച്ച് വീട്ടിനകത്തിരിക്കണം. ആഗ്രഹമേ ഉള്ളു, വീട് വെച്ച് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആകപ്പാട് അന്ന് ഇന്നും ഒരേ ഒരു ഇതേ ഉള്ളൂ. എനിക്ക് എവിടെങ്കിലും ഒരു സ്ഥാപനം സ്വന്തമായിട്ട് ഒപ്പിക്കുവാണെങ്കിൽ കുറേ ഡോഗിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഡ്രീം ഇല്ല. ഓൾറെഡി ഇന്റർവ്യൂല് പറഞ്ഞല്ലോ ഇവരുടെ വലിയ ആഗ്രഹമാണ് ഒരു വീട് വെക്കണം എന്നുള്ളത്. സോ അത് വെച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കണം ഫ്രീ ആയിട്ട്. അത് പക്ഷെ വീടൊക്കെ വെച്ച് ഇവരെ സെറ്റ് ആക്കിയിട്ടേ ഞാൻ പോത്തോളൂ. പക്ഷെ അതാണ് എന്റെ ഡ്രീം, ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കണം. ഒരു ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അച്ഛന്റെ ഹെൽത്ത് ഇപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജോലിയുള്ള മനസ്സും ആരോഗ്യം തന്നാ മതി. അച്ഛന് ഓൾറെഡി തൈറോയിഡിന് ഒരു സർജറി ഉണ്ടായിരുന്നു. എത്ര നാളായി? 2 വർഷം 3 വർഷം? 3 വർഷം മുകളിലായി. അത് പക്ഷേ സീരിയസ് ആയിരുന്നു. തൈറോയിഡ് സർജറി ചെയ്ത് കിടന്ന സമയം കുറച്ച് സീരിയസ് ആയിരുന്നു. കാരണം അത് ഡോക്ടേഴ്സ് ഓപ്പറേഷന് മുമ്പേ ഡോക്ടർ പറഞ്ഞ് തൈറോയിഡിന്റെ മുഴ ഇച്ചിരി കൂടുതലാണ്, അത് പക്ഷേ സീരിയസ് ആണ്, പുള്ളിയോട് പറയാതെ തന്നെ നമുക്ക് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളിക്ക് അറിയത്തില്ല. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ബോധം പോയി, പുള്ളിക്ക് ഈ ലോകവുമായിട്ട് യാതൊരു വിധ ഇതില്ലാത്ത രീതിയിൽ കിടന്നു. അങ്ങനെ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു പുള്ളി അനക്കമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കലിൽ എത്തിക്കാമെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അന്ന് അതിനു പോലും സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും പെട്ടെന്ന് നമ്മുടെ എല്ലാം ദൈവത്തിന്റെ വിളികൊണ്ടും അങ്ങനെ അന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ദിവസം ഐസിയുല് ആണ്. സാധാരണ സർജറി കഴിയുന്നവരൊന്നും അത്രയും ദിവസം ഐസിയുല് കിടക്കത്തില്ല. മഞ്ജു കണ്ടില്ല, ഒരാഴ്ച അടുപ്പിച്ചോളം, ഒരാഴ്ച മുകളിൽ ഐസിയുലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് ടെൻഷൻ ആയിരുന്നു. അത് മാത്രമല്ല ആ ഒരു മുഴ ഉണ്ടല്ലോ നമ്മുടെ ഈ തൈറോയിഡിന്റെ, അത് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിന്. അപ്പൊ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം അത് പരിശോധിച്ചിട്ട് വരാൻ 15 ദിവസം അല്ലേ, 15 ദിവസം ആയിരിക്കും. അപ്പം അവിടെ എല്ലാവർക്കും കൺഫേം ആയിരുന്നു അത് ക്യാൻസർ ആയിരിക്കുമെന്ന്. പക്ഷെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായിരുന്നു ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. പിന്നെ ഇപ്പോഴാണ് നമ്മൾ ഒരു ഡൗട്ട് തോന്നി ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടേ കാണിച്ചപ്പോഴത്തേന് ലിവറിന്റെ ഒരു സംഭവം ടെസ്റ്റ് ചെയ്ത്, അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലിവറിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ സിറോസിസ് ആയിട്ടില്ല, ലിവർ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഫാറ്റി ലിവർ ആണ്, ലിവർ സിറോസിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ ഇനി കള്ളൊന്നും കുടിക്കാൻ പാടില്ല, ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കും അല്ലേ മഞ്ജു? മഞ്ജു കള്ളു കുടിക്കത്തില്ല, ഓണത്തിനും മഞ്ജു കള്ളു കുടിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുക അല്ലേ മഞ്ജു? ഓണത്തിന് മഞ്ജു കള്ളു കുടിക്കോ? പിന്നെ അത് കൊള്ളാം, ചെറുതായിട്ടൊന്ന് കഴിക്കുന്നുണ്ട്, നോക്കിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. പിന്നെ മഞ്ജുവിന്റെ ഈ ഇവിടുത്തെ മുഴ എപ്പോഴും ഏത് വീഡിയോ ഇട്ടാലും എല്ലാരും വന്നിട്ട് കമന്റ് ഇടുന്നത് അച്ഛന്റെ മുഴ കൊണ്ടേ കാണിച്ചില്ല. മഞ്ജു ലോഡിങ് ആയതുകൊണ്ട് പിന്നെ ഇവിടെയാണ് ലോഡ് എടുത്ത് വെക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വീങ്ങി വരും. പിന്നെ ടൈലും എല്ലാം ഇരുമ്പും ഒക്കെ എടുത്ത് ആ തോളിൽ വെച്ചിട്ടല്ലേ, ഉപ്പും ഒക്കെ തോളിലെടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചു നോക്കിയപ്പോ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. അടുത്തത് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാല് അച്ഛന്റെ ഫേവറേറ്റ് ഫുഡ്. ഫുഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ചോറ് വേണം. മഞ്ജു ഒരു ചോറ് അഡിക്റ്റ് ആണ്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു ദിവസം വന്നപ്പോ രാത്രി ചോറ് കഴിക്കരുത്. പക്ഷെ മഞ്ജു ചോറ് കഴിക്കണം. മഞ്ജുവിന് ചോറ്, മീൻകറി, പുളിശ്ശേരി മഞ്ജുവിന് ജീവനാ. പിന്നെ ചീനിയും മീനും കൂടെ ഉണ്ടെങ്കിൽ ചീനി, പുളിശ്ശേരി, മീൻകറി അമ്മയുടെ. എനിക്ക് അങ്ങനൊന്നുമില്ല. വിശപ്പിന് എന്ത് ഇറച്ചി ഇതൊക്കെ ഒഴിച്ച് ബാക്കി എന്ത് ഇട്ടാലും എനിക്ക് റേഷനരിയും ചോറും ഭയങ്കര ഇഷ്ടമാണ്. നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ സങ്കടം വരാറുണ്ടോ മഞ്ജു? പറ. സങ്കടം ഒന്നും വരാല്ല, സന്തോഷം വരാറുള്ളൂ. കാരണം മഞ്ജു അല്ല അത് വായിക്കുന്നത്. ഞാൻ വായിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മഞ്ജു വായിക്കത്തില്ല, അതുകൊണ്ട് മഞ്ജുവിന് കുഴപ്പമില്ല. മഞ്ജുവിനോട് ഞങ്ങളാണ് പറയുന്നത് അല്ലേ ഇന്ന കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ മഞ്ജു ദേഷ്യപ്പെടും. ആസ് യൂഷ്വൽ എല്ലാരും ദേഷ്യപ്പെടണമെങ്കിൽ അല്ലേ. ഏതോ ഒരു കമന്റ് പറഞ്ഞപ്പോ മഞ്ജു ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചായിരുന്നു. ഏതോ ഒരു കമന്റ് ഞാൻ മഞ്ജുനോട് മഞ്ജു ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മഞ്ജു ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ വന്ന് കോമഡി ആയിട്ട് തന്നെ ചെയ്യും. പക്ഷെ മഞ്ജുവിന് ദേഷ്യം വരാറുണ്ട്. മഞ്ജു ദേഷ്യം പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. എന്താ പറയാനാ? ഇനി അമ്മയോട് ചോദിക്കാം. അമ്മ പറ. എനിക്ക് ദേഷ്യം വരാറില്ല. ഞാൻ എന്ത് കേട്ടാലും എനിക്ക് ഈ
നിന്നോട് ചിരിച്ചോ? ഞാൻ ചിരിക്കത്തല്ലേ ഉള്ളു. അയ്യോ അങ്ങനെ പറഞ്ഞു അവര്, ഷോ എന്ന് പറഞ്ഞ് ചിരിക്കത്തതേ ഉള്ളു. ആക്ച്വലി ഞാൻ പല നെഗറ്റീവ് കമന്റ്സും കാണാറില്ല. അത് എന്നെ എടുത്തോണ്ടെന്ന് കാണിക്കുന്ന അമ്മയാണ്. ഇത് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുന്നത് അമ്മയാ. അതായത് ഇങ്ങനെ നെഗറ്റീവ് അവസാനം ഇപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ മൈൻഡ് ചെയ്യണ്ട, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ മഞ്ജു, നമ്മളത് മൈൻഡ് ചെയ്യരുത്. കാരണം നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആ നെഗറ്റീവ് കമന്റ്സ് ഉള്ളവർ കാരണമാണ്, ഇല്ലേ മഞ്ജു? നമ്മളെ അറിയപ്പെട്ടത് അതിലൂടെ അല്ലേ. അല്ലെങ്കിൽ എണീറ്റ് നിന്നേനെ. അത് തന്നെ. അത് നെഗറ്റീവ് കഴിയുമ്പോൾ ഞങ്ങളെ വേറെ ഇടും. അത് തന്നെ. തലക്ക് തല, തലയ്ക്ക് തല, കൈക്ക് കൈ. അപ്പം ഞങ്ങൾക്ക് സങ്കടമൊന്നും വരാറില്ല. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ അത്. എല്ലാരും കണ്ടന്റ് ഉണ്ടാക്കാൻ കിടന്ന് ഓടുമ്പോ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ട നടിയതാ. ജൂഹി ചൗളയായിരിക്കും. നഗ്നയാണോ? നഗ്നയോ? നഗ്നയായിരിക്കാം ഉദ്ദേശിച്ചത്. അല്ല, തെറ്റിയതാ. മോഹൻലാൽ ഇഷ്ടമാണ്, മമ്മൂട്ടി ഇഷ്ടമാണ്, വിജയ് ഫാൻസ് ആയിരുന്നു. ഇപ്പോഴും വിജയ് ഫാൻസ് തന്നെ. മമ്മൂട്ടി മോഹൻലാൽ ഇഷ്ടം കൂടുതലും. പിന്നെ ഉർവശി ഇഷ്ടമാണ് നടിയെ. ഇത് അമ്മയ്ക്കുള്ള ചോദ്യമാണ്. അതായത് ഗംഗയുടെ അനിയത്തിനെ കല്യാണം കഴിച്ചു വിടാനായിട്ട് പോയപ്പോ അമ്മയ്ക്ക് ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അത് ഗംഗയാണ് മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തിയത് തന്നെ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നം എനിക്ക് ഉദിച്ചില്ല. ഗംഗയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. അവള് കൊച്ചിലെ പറയും, ഗംഗ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എൻ്റെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്, എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെയാണ്, നമുക്ക് അനിയത്തിയെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടണം എന്ന് പറയും. ഒരാളെല്ലാം കെട്ടിച്ചു വിട്ടത് വളരെ സന്തോഷമുണ്ട്. അവൾ എന്നെ മുൻകൈ എടുത്ത്, നേരത്തെ അമ്മ പറഞ്ഞ കണക്ക് തന്നെ മുൻകൈ എടുത്ത് അവൾ എന്നെ കെട്ടിച്ചു വിട്ടത്. ഇപ്പൊ അയാളും കൂടെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. അയാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇതും കൂടെ നമ്മൾ നടത്തി കൊടുക്കും. അയാൾക്ക് നല്ലൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടത്തുന്ന ഒരു ഇതുണ്ട്. അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നടത്തും. അത് വരുന്നുണ്ടല്ലോ ഇപ്പോഴേ ഇഷ്ടം പോലെ. എന്നോടാണ് ക്വസ്റ്റ്യൻ. ഗംഗയ്ക്ക് മഞ്ജുവിനോട് ഇത്രയും മാനസികമായ അടുപ്പം വരാനുള്ള കാരണം? ഞങ്ങൾക്ക് ഏകദേശം ഒരേ വൈബാന്ന് തോന്നുന്നല്ലേ മഞ്ജു? കാരണം എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടം, സിനിമയിലെ കോമഡിയാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നത് മഞ്ജുവാണ്. കാരണം മഞ്ജുവിന് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കോമഡി സീനുകൾ ഓരോ സിനിമയിലെയും ഓരോ കോമഡി സീൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് മഞ്ജുവിന് അറിയാം. അതുപോലെ മഞ്ജു അത് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ മഞ്ജുവിന്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ട് ഞാനും ഒരു കോമഡി റീലിന് അഡിക്റ്റ് ആയി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്താൽ പോലും അതൊരു വിഷമമുള്ള കണ്ടന്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ അത് കോമഡി ആയിട്ട് ചിന്തിക്കും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി, ഇല്ലേ? അത് മഞ്ജു കാരണമാണ്, അല്ലേ? മഞ്ജു ആണ് കൂടുതൽ. അതേപോലെ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കോമഡി ആക്കി കളയുന്നത് മഞ്ജു അതിനെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആ ഒരു വൈബ് സെറ്റ് ആയിട്ടുള്ളത്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരേ വൈബ് പോലെ തോന്നുന്നത്. അച്ഛന്റെ അമ്മയുടെയും ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. മഞ്ജുവിന്റെ ക്വാളിഫിക്കേഷൻ 3 ആണോ മഞ്ജു? ഇല്ല, 5 വരെ പോയിട്ടുള്ളൂ. 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വർഷാപ്പ് പണിയായിരുന്നു. വർഷാപ്പിൽ കയറി. എടനക്കാവില് വർഷാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നമ്മുടെ നാടും അവിടെ തന്നെ, എടനക്കാവ് തന്നെ. എടനക്കാവിൽ വർഷാപ്പുണ്ട്. വർഷാപ്പിൽ നിന്നായിരുന്നു പണി എത്ര പഠിച്ചത്. വയസ്സിൽ വന്നു വർഷാപ്പില്? ഞാൻ 10 വയസ്സ് വർഷാപ്പിൽ കയറിയതാ. 5 വയസ്സ് പടത്തിൽ നിർത്തി കയറിയതാ. വർഷാപ്പിൽ അങ്ങനെ നിന്ന വർഷാപ്പില് ബോട്ടിന്റെ പങ്കട പണിയായിരുന്നു. മോളിംഗ് സെക്ഷൻ ആയിരുന്നു വർക്ക്. പിന്നെ ലേത്തിലെ പണിയുണ്ട്, വെൽഡിംഗ് ഉണ്ട്, എല്ലാ പണിയുണ്ട്. പിന്നെ ഐസിന്റെ പണിക്ക് പോയിട്ടുണ്ട്, മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. വയറിങ് അത് പിന്നെ അത് കഴിഞ്ഞ് ലോഡിങ് കയറി. ഫുൾ ലോഡിങ്ങിനകത്ത് നിൽക്കുന്നത്. അതുപോലെ മഞ്ജു ആ വർഷാപ്പ് ഇപ്പോഴും മഞ്ജു തന്നെയാണ്. വർഷാപ്പ് ഇപ്പോഴും ഉണ്ട്. എല്ലാരും വിളഞ്ഞിട്ടുള്ള ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. മഞ്ജുവാണ് ഇപ്പോഴും വർഷാപ്പിലെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്നത്. ഓണേഴ്സ് ഇവിടെ ഇല്ല, അവരങ്ങ് ആലപ്പുഴയിലാണ്. പക്ഷെ അവര് മഞ്ജുവാണ് ആ വർഷാപ്പ് മുഴുവൻ ഇപ്പോഴും നോക്കുന്നത്. എടനക്കാവാണ് വർഷാപ്പ്. എടനക്കാവ് അമ്പലത്തിന്റെ അടുത്താണ് വർഷാപ്പ്. പിന്നെ കുറച്ച് നാള് അമ്മയും മഞ്ജുവും എടവനക്കാവ് അമ്പലത്തിൽ കഴകമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എടനക്കാവ് അമ്പലത്തിൽ കഴകമായിട്ട് 10-12 വർഷം നിന്ന് ഞങ്ങള്. കൊച്ചിനെ വരെ വിളക്കത്തിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കഴകമായി. പിന്നെ എന്റെ വർഷാവിന് വേറെ ഒരു വീടുണ്ട്. ഇവിടെയാണ് അവിടെ താമസിച്ചത്. നിങ്ങളെ വളർത്തിയത് അവിടെ ഇട്ട് ഞങ്ങള് വളർന്നതിന്റെ മേജർ പാർട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ അമ്പലത്തിൽ കിടന്നാണ് ഞങ്ങൾ വളർന്നത്. കാരണം ഒരു +2 വരെ എന്റെ ലൈഫ് ഫുള്ളും ആ അമ്പലത്തിനകത്ത്. ഞങ്ങളെല്ലാരും അവിടെ തന്നെ. മഞ്ജു അമ്മയൊക്കെ വെളുപ്പിനെ 4 മണിക്ക് പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നത് രാത്രി 12-1 മണിയാകുമ്പോഴാണ്. അപ്പൊ ഞങ്ങളുടെ ലൈഫ് സ്വാഭാവികമായിട്ടും അമ്പലത്തിനകത്ത് തന്നെയായിരുന്നു, അല്ലേ? പിന്നെ സമയത്തൊക്കെ 1 മണിക്കൊക്കെ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. ഇനി അമ്മേനെ പറയുകയാണെങ്കിൽ അമ്മ നാടകത്തിന് പോകുന്നുണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ SSLC ആണ്. പൊട്ടിയതല്ലടി, പിന്നെ തോറ്റതാ. അന്ന് പരീക്ഷയുടെ അന്ന് ഡാൻസിന്റെ അരങ്ങേറ്റം. അപ്പൊ അതിന്റെ പുറകിൽ അങ്ങ് പോയി. അമ്മ 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേന് അമ്മൂമ്മ അമ്മേനെ ഡാൻസ് 10-ലല്ല അതിന് മുമ്പ് ഡാൻസിലൊക്കെ പരിപാടി കൊണ്ടുപോയതിന് പരിപാടിക്ക് പോയതല്ല, പഠിപ്പിച്ചതാ. അപ്പത്തേന് അമ്മയ്ക്ക് ഡാൻസിനകത്തോട്ട് ഭയങ്കരമായിട്ട് ആകർഷണം മൂത്തമ്മ പഠിക്കുന്നതൊക്കെ അങ്ങ് നിർത്തി.
അങ്ങനെ അമ്മ ഡാൻസിലേക്ക് 10ാം കയറി. ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നതിന്റെ അന്ന് മണിച്ചിത്രത്താഴ് സിനിമ കാണാൻ പോയതാ. പൊട്ടി നിറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാതെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാണ് ഇറങ്ങുന്നത്. നാടകത്തിന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രീ ടൈമിൽ അമ്മ നീണ്ടകര ഷെഡില് മറ്റേ എന്താ കണവേന്റെയും കൊഞ്ചിന്റെ ഒക്കെ എന്താ ഇങ്ങനെ പീലിംഗ് വെറുതെ എന്നാണ് ഇരിക്കത്തില്ല വീട്ടില്, എന്ത് ജോലി കിട്ടിയാലും പോവുമായിരുന്നു. അതിന് പോവായിരുന്നു. അതിനു മുമ്പ് അമ്മ തുണി പഠിച്ചിട്ടില്ല. കഴുകാനൊക്കെ പോവായിരുന്നു അല്ലേ? പിന്നെ ഞാൻ ചെറിയ പിന്നെ തുണി കഴുകാനൊക്കെ ഒരു പോവായിരുന്നു. നടവും ഇല്ല, നീണ്ടര ജോലി ഇല്ലാതായി വന്നപ്പോ അന്നൊക്കെ 1 രൂപയൊക്കെ ഒരു തുണിക്ക്. അങ്ങനെ തുണി കഴുകാനൊക്കെ തുണി പോയിട്ടുണ്ട്. ഒരുപാട് ഇവർ വീടുകളിൽ രണ്ടുപേരും പോയിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ജോലി ചെയ്ത് ജീവിച്ചല്ല, ഒരുപാട് ജോലികൾ ഇല്ലേ, ഒരുപാട് ജോലികൾ പിന്നെ ചെയ്തു. എന്നോട് ഇപ്പൊ അല്ല കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ജോലി. ഇപ്പൊ ഞാൻ ഫുള്ള് യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും എല്ലാം ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഈ ഒരു ഫീൽഡിലുള്ള ആരും ഇല്ല. അതായത് ഈ ഒരു യൂട്യൂബ് ഇൻസ്റ്റ അങ്ങനത്തെ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിലുള്ള ആരും ഇല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും ശരി, അപ്ലോഡിംഗ് ആയാലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പം ഇവർ രണ്ടുപേരും ഞാൻ കറക്റ്റ് ടൈമിൽ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടുതലും വൈകുന്നേരം ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. കാരണം മഞ്ജുവിനും ജോലി ഒതുങ്ങിയിട്ട് വരുന്നതും അമ്മയ്ക്കും ജോലി ഒതുങ്ങിയിട്ട് വരുന്നത് വൈകുന്നേരം ആയിരിക്കും. അപ്പൊ ആ വൈകുന്നേരം ആയിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഈ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യും, ബാക്കി പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം വേറൊരു ജോലിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ടൈം കിട്ടുന്നില്ല, ഫുൾ ഇതിന്റെ പുറകെ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് പയ്യെ എന്തെങ്കിലും ജോലി, ഒരു പ്ലാൻ ബി പോലെ നോക്കണം എന്ന് ഇപ്പൊ ഉണ്ട്. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ മാത്രമായിട്ടാണ് വീട്ടിലിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ മഞ്ജു? മേടിച്ചിട്ടുണ്ട്. എന്താ ഒരു പുച്ഛമായിട്ട് പറയുന്നത്? ഉച്ചായിട്ട് പറഞ്ഞൊന്നും അല്ല, തന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിന് ഞാനൊരു കൂട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? കൂട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ കമ്മല്, മോതിരം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. മഞ്ജുവിന് ബാഗ് എന്തിനാ മഞ്ജുവിന്? കലം മേടിച്ച് തന്നു. മഞ്ജുവിന് ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിന് ഷർട്ട്, ചെരുപ്പ്, ചെരുപ്പ് മേടിച്ചു തന്നു. 1000 രൂപയുടെ ചെരുപ്പ് മേടിച്ചു തന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. നമ്മൾ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം മേടിച്ചു തരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേണ്ട കാര്യമൊന്നുമില്ല. ഇരിക്കുന്നതന്നെ പുച്ഛിച്ചായിരിക്കുന്നു. അമ്മയ്ക്ക് കമ്മലും മോതിരവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മേടിച്ചു തന്നു കേട്ടാ. എനിക്ക് സ്വർണം സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഷൂട്ടിന് മുമ്പ് ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കത്തില്ല എവിടെ വെച്ചേന്ന്. അതുകൊണ്ടല്ല ഒരു കമ്മൽ മേടിച്ചു കൊടുത്തപ്പോൾ സൂക്ഷിക്കത്തുമില്ല. ഞാൻ ഒട്ടും റെസ്പോൺസിബിൾ ഇല്ലാത്ത ഒരാളാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെന്ന് പറയുമ്പോ ഈ സ്വർണ്ണം എല്ലാം വാങ്ങിച്ച് അമ്മയ്ക്കും മഞ്ജുവിനും ഒക്കെ ഇട്ട് കൊടുക്കും. കാരണം ഇവരാകുമ്പോ ഇവര് സൂക്ഷിച്ചോളുമല്ലോ. പിന്നെ മഞ്ജു ലോഡിങ് ആയതുകൊണ്ട് മോതിരവോ ഇതൊന്നും പറ്റത്തില്ല. ഇപ്പൊ കാത് കുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ മഞ്ജു ഞങ്ങൾ കൊണ്ടുവന്ന് ഓണത്തിന് കാത് കുത്തി കൊടുക്കും. കൊടുക്കാൻ പോകണം. പിന്നെ ഞാനൊരു ഐഫോൺ എടുത്തായിരുന്നു യൂട്യൂബിലെ പേയ്മെന്റ് വെച്ചിട്ട്. വീഡിയോ കുറച്ച് ക്ലാരിറ്റി വേണമെന്നൊക്കെ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ഐഫോൺ വാങ്ങിച്ചു. ഫുൾ എമൗണ്ട് കൊടുത്താ വാങ്ങിച്ചത്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നില്ലേ? ഇവരും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് റെന്റ് ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അത് യൂട്യൂബിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതെന്ന്. 5 ലക്ഷം 6 ലക്ഷം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് കേൾക്കുമ്പോ ഒരു കൊതിയാ. പക്ഷെ നാട്ടുകാരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും വിചാരിക്കാൻ നമുക്ക് ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്ന് അല്ലേ, ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മഞ്ജുവിന് പോലും ഉണ്ട്. എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് 2 ലക്ഷം കിട്ടില്ലേ 3 ലക്ഷം രൂപ കിട്ടിയില്ലേ? പക്ഷെ നമ്മള് പറയാം കിട്ടുന്നുണ്ടെന്ന് പറയാം. കിട്ടട്ടെ, കിട്ടുന്നില്ലെന്നല്ല, കിട്ടുന്നുണ്ട്, പേയ്മെന്റ് കിട്ടുന്നുണ്ട്. കിട്ടിയിട്ട് നമ്മൾ ഇല്ലാന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മളിപ്പോ അത്ര വലിയ ഇൻഫ്ലുവൻസർ, അത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും അല്ല. നമുക്ക് 5 ലക്ഷം 6 ലക്ഷം പക്ഷെ എന്നാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അതെടുത്തിട്ട് ഇവർക്കൊക്കെ ഞാൻ ഓരോന്നായിട്ട് നമുക്ക് മാത്രമല്ല, അല്ലാതെ പുറത്തുള്ളവർക്കും ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ബാക്കി ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുള്ളവർക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം. എന്റെ സിസ്റ്ററിന്റെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ സ്ഥലം എവിടെയാണ്, അവിടുത്തെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ്, സ്നേഹമുള്ളവരാണോ എന്ന് വെച്ചാൽ സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ആകെ അവൾ 10 ദിവസം കണ്ടേ അവരുടെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. സാധാരണ നമ്മൾ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് അവിടെ നിൽക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുമ്പോഴോ അവിടെ ഉള്ളവർക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നും, ഒബിയസ്ലി. പക്ഷെ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, അതായത് എന്റെ അനിയത്തിനെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഇത്രയും സ്നേഹമുള്ള ആളെന്ന് വെച്ചാൽ നമ്മളോട് പോലും അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയാവോ. അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പാവം അമ്മയാണ് അല്ലേ അമ്മ? ഇതുപോലും അല്ല, ഇതിനേക്കാളും പാവം അമ്മയാണ് അവിടുത്തെ അമ്മ. എന്നുവെച്ചാൽ അവളെ എല്ലാ ദിവസവും വിളിക്കുകയും കുഞ്ഞവയുടെ കാര്യങ്ങൾ തിരക്കുകയും. പക്ഷെ ഇവിടെ നിൽക്കുന്നതിന് അവർക്ക് ഒരു വിഷമവും ഇല്ല. അത്രയും സ്നേഹമുള്ള ഒരു ഫാമിലിയാണ്. അത് മാത്രല്ല, അവളൊക്കെ കഴിച്ചോ എടുത്തോ, പിന്നെ അത് ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കാര്യമായിട്ടാണ് അവരുടെ. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്കി എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഫാമിലി അല്ലേ? അറിഞ്ഞോണ്ടാണ് ഞങ്ങൾക്ക് വർഷങ്ങളുണ്ട്. അമ്മയ്ക്ക് ഓൾറെഡി അറിയാവുന്ന ഫാമിലി. സ്നേഹിക്കുന്നവർ അവർ അച്ഛനും അമ്മയും തന്നെ അവളെ സ്നേഹിക്കുന്നത്.
ഞങ്ങൾ ഇത്ര സ്നേഹം അതിനൊക്കെ കൂടുതൽ സ്നേഹം അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വർഷങ്ങളുണ്ട് ഞങ്ങളുടെ സുഹൃത്തായിരുന്നു അവൻ. അങ്ങനെ അതിപ്പോ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ ആയ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ആളുകൾ ഫേമസ് ആയതുകൊണ്ട് അവർ സ്നേഹം കാണിക്കുന്നില്ല. നമ്മൾ ഇതാവുന്നതിന് വർഷങ്ങളുടെ മുമ്പേ ഞങ്ങൾക്ക് കല്യാണം അറിയാം. കഴിഞ്ഞതാ അല്ലേ? നമ്മൾ വീഡിയോ അറിയാം ഇടുന്നതിന് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുന്നതിന് 1 വർഷം മുമ്പേ അവരുടെ കല്യാണം കഴിഞ്ഞതാ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അവർ ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം, സ്വന്തം മോളെ പോലെ തന്നെ അവൾ നോക്കുന്നവളെ, അവരച്ഛനും അമ്മയും തന്നെ. എന്തെങ്കിലും ചെറുതായിട്ട് വന്നാലും ഓടി പിടിച്ച് ഇവിടെ വരും. ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ചിലര് എനിക്ക് മനസ്സിലായ ഒരു കമന്റ് വന്നതിന്റെ ഒരു റീസൺ എനിക്ക് മനസ്സിലായി. കാരണം ചേച്ചി എപ്പോഴല്ല ചേച്ചി അനിയത്തി എപ്പോഴും വീട്ടിൽ നിൽക്കുന്നതിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ്. അത് ജോലിയുടെ പക്ഷെ അത് സമ്മതം. ചേട്ടന്റെ ജോലി എന്ന് പറയുന്നത് അളിയന്റെ ജോലി കൊല്ലത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് അവരുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കാരണം എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും പിന്നെ ചേട്ടനും ഒരു ടിന്നുണ്ട്, ടിൻ സിസ്റ്റർ ആണ്, പോലീസിലാണ്. ചേച്ചി ആയാലും ചേട്ടന്റെ ചെണ്ണായാലും എല്ലാവർക്കും നമ്മളോട് അപ്പയൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമാണ്. അവര് പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ മോളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അവരായിരുന്നു ഞങ്ങൾ ഭയങ്കര ലക്കിയുമാണ്. ഇനി ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇഷ്ടമാണ്, നമ്മുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, മഞ്ജുവിനെ ഇഷ്ടമാണ്, അമ്മേനെ ഇഷ്ടമാണ്, നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ ചെയ്യുന്ന ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. അത്രയും ആളുകളുടെയും കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങ് പറയാം. മഞ്ജു പറ, എല്ലാവർക്കും നമ്മളോട് സ്നേഹമാണെന്ന് പറയുമ്പോൾ അവരോട് മഞ്ജുവിന് എന്താ തിരിച്ചു പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്, അത് പറയുന്നുണ്ട്. നമ്മളിപ്പോ ആരും അറിയാതിരുന്ന ആളുകളാണ്, നമ്മൾ അറിയാത്തവരൊക്കെ നമ്മളെ ഏറ്റവും ഇല്ല, അറിയാത്തവരല്ല, ഒത്തിരി വഴി നമ്മളെ റോഡിൽ തന്നെ പോകുമ്പോൾ ഒത്തിരി പേര് നമ്മളെ സ്നേഹം കൊണ്ട് നമ്മളെ വിളിക്കുകയും പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്. അത് തന്നെ വളരെ സന്തോഷം. പിന്നെ നമ്മള് ഒത്തിരി പേരായിട്ട് വിചാരിക്കാത്ത ഒരു രീതിയിലാണ് മഞ്ജു ഇപ്പൊ. കാരണം റോഡിൽ പണ്ടൊക്കെ റോഡിൽ കൂടെ പോയി ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാവരും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും. കൊച്ചു കുഞ്ഞുങ്ങളായാലും ഓടി വന്ന് അങ്കിളെ മാമ എന്നൊക്കെ വിളിച്ച് വരും. നമ്മുടെ ചേട്ടന്മാരായാലും കൊള്ളാം, നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ല സന്തോഷമുണ്ട്. പറയാൻ തന്നെ നമുക്ക് സന്തോഷമുണ്ട്. അത് പറയുന്നത് എങ്ങനെ നമുക്ക് അറിയത്തില്ല, എന്തായാലും നമ്മൾ പറയാ. വളരെ സന്തോഷം. അമ്മയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ പ്രോഗ്രാമിന് നാടകത്തിന്റെ ഇപ്പൊ ഞാൻ ചങ്ങനാശ്ശേരി അണിയറയുടെ തീര നാടകത്തിലാണ് കളിക്കുന്നത്. അതിന് പോകുമ്പോൾ പോലും ഓരോരുത്തർ ഓടി ഓടി വരും. ചേച്ചി വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ, ഗംഗ മീനാക്ഷിയുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ കേൾക്കുമ്പോ നമ്മളെ സ്നേഹിക്കാൻ പുറത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷം, ഒരുപാട് സന്തോഷം. എനിക്ക് എന്റെ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ഇത് രണ്ടും കേട്ടോ. കാരണം ഇവരിപ്പോ എവിടെ പോയാലും ഇവരെ തിരിച്ചറിയും. കാരണം ഒരു 10 പേരുള്ളടത്ത് പോയി കഴിഞ്ഞാൽ മിനിമം 5 പേരെങ്കിലും ഇവരെ തിരിച്ചറിയും. അയ്യോ, എല്ലാ ദിവസവും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് തരാറുണ്ട്, അച്ഛനെ അവിടെ വെച്ച് കണ്ടു, അമ്മേനെ കണ്ടു, അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവർ രണ്ടുപേരെയും ഇപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്, ആ ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ രണ്ടാമത് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്. ഞാൻ ആക്ച്വലി സ്റ്റാൻഡപ്പ് പെർഫോമർ ആയിരുന്നു. സ്റ്റാൻഡപ്പ് പെർഫോമറും അല്ല, അതിന് മുമ്പ് ടിവിയിൽ ഉടൻപണം എന്ന് പറഞ്ഞൊരു ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാൻഡപ്പ് ഷോയിലേക്ക് വരുന്നത്. ബമ്പർശ്ശേരി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു, ഒരു 10 എണ്ണം ചെയ്തു. അപ്പൊ അത് അത്യാവശ്യം റീച്ച് ആയി, എല്ലാവരും ചിലപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു. ആ ഒരു ഫെയിമിൽ നിന്നാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ബമ്പർ അടിച്ച ആ ഒരു ഫെയിം നിന്നു. പിന്നെ എനിക്ക് ഒരു ജൂൺ ജൂലൈ മാസം ആയപ്പോഴത്തെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നു. അപ്പൊ ഞാൻ മഞ്ജുവിനോടും അമ്മേനോടും ചോദിച്ചു, എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു വന്നിരിക്കാന്ന് പറഞ്ഞു. പറഞ്ഞില്ലല്ലോ എന്നോട് ഇതാ കമന്റ് എന്ന്. അല്ല, ഈ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ നെഗറ്റീവ് കമന്റ് സെലക്ട് ചെയ്ത് വെക്കും. ഞാൻ അത് എന്തോ പറയുന്നുള്ളത് ഇവരോട് പറയാറില്ല. കാരണം ഇവരെല്ലാരും ചോദിക്കാറുണ്ട് അച്ഛനും അമ്മയും അഭിനയിക്കുകയാണെന്നല്ല. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്തുവാണ് കമന്റ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മള് പറയത്തേ ഉള്ളു, ഇവളൊന്നും പറയത്തൊന്നുമില്ല. നമ്മളിങ്ങോട്ട് വന്നിട്ട് ഒന്നും പറയുന്നത് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു തരാൻ ചെയ്യുന്നതേ ഉള്ളു. നമ്മള് ഒരുപാട് പേര് കമന്റ് ഉണ്ട് എന്തിനാ എങ്ങനെയാണ് ചെയ്യുന്നത്. അമ്മയുടെ ബേസിക് നേച്ചറേ അത് തന്നെയാണ്, ചുമ്മാ ഇരുന്ന് ചിരിക്കും. അത് ക്യാമറ ഓണാക്കത്തിന്റെ അല്ലേ മഞ്ജു? ഞങ്ങൾ ഇവിടെ എപ്പോഴും കളിയാക്കും അമ്മേനെ. അമ്മ ചുമ്മാതിരുന്നങ്ങ് ചിരിക്കും. ചിരിക്കത്തില്ല. എല്ലാവരുടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ചിരി കുറയ്ക്കാൻ ശ്രമിക്കാം. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു അവ, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്ന മെമ്പർ അല്ല, ഞങ്ങളുടെ മുത്തുമണിച്ചിയാണ്. പൊന്നുകുടം ജഗ്ഗു. അയ്യോ, ജഗ്ഗു. ഞാനാണ് ജഗ്ഗു എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ പേര് ജനനി എന്നാണ്. വീട്ടിൽ ഭദ്ര എന്ന് വിളിക്കും. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുവാവ, ഞങ്ങളുടെ അല്ലേ മഞ്ജു, ഞങ്ങളുടെ ഓൾ ഇൻ ഓൾ, ഞങ്ങളുടെ പൊന്നും കൂടെ. മഞ്ജു എന്താ അവളെ വിളിക്കുന്ന പേര്? മഞ്ജു എന്ത് പറഞ്ഞാലും അവള് ചിരിക്കും. മഞ്ജു എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അവള് നോക്കിയിരുന്ന് ചിരിക്കും. മഞ്ജു ഭയങ്കര ചിരിച്ചേ പൊന്നെ. അമ്മച്ചിടൊക്കെ നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചേ പൊന്നെ പൊന്നോള്. അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.